ശശി തരൂർ വിവാദം കോൺഗ്രസിനുണ്ടാക്കിയ തലവേദന ചെറുതൊന്നുമല്ല, വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത്. അത് രാജ്യത്ത് ആകെ കോൺഗ്രസിനകത്ത് സാധാരണ പ്രവർത്തകർക്കിടയിൽ വലിയ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ശശി തരൂർ മുട്ടിന് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് മോഡി സ്തുതി പാടും, ഒരു പാട്ട് പാടും, അങ്ങ് പോകും. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, അതിൻ്റെ ചെയർമാനാവുന്നു, കമ്മിറ്റി ആവുന്നു, അദ്ദേഹത്തിന് വലിയ സ്ഥാനങ്ങൾ കിട്ടുമെന്ന് പറയുന്നു, ഉപരാഷ്ട്രപതി ആവുമെന്ന് പറയുന്നു, ഗവർണറാവുമെന്ന് പറയുന്നു, ഓപ്പറേഷൻ സിന്ധൂറിനെ നന്നായി പുകഴ്ത്തി പറയുന്നു. രാഹുൽ ഗാന്ധി തള്ളിപ്പറയുമ്പോൾ പിന്നെ ശശി തരൂർ പുകഴ്ത്തി പറയും. പിന്നെ മേക്ക് ഇൻ ഇന്ത്യയെ പുകഴ്ത്തി പറഞ്ഞു, ഇന്ത്യയുടെ റെയിൽവേ വികസനത്തെ പുകഴ്ത്തി പറഞ്ഞു, ഓപ്പറേഷൻ സിന്ധൂറിനെ പുകഴ്ത്തി പറഞ്ഞു, ഇന്ത്യയുടെ നയങ്ങളെ പുകഴ്ത്തി പറഞ്ഞു. അങ്ങനെ ശശി തരൂർ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ബ്രിട്ടീഷിൽ പോയി പറഞ്ഞു, കരിസ്മാറ്റിക് ലീഡറാണ് മോഡി എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായി അടിച്ച് പൊക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശശി തരൂരും പാർട്ടിയുമായി തെറ്റി. രാജ്മോഹൻ ഉണ്ണിത്താൻ വന്ന് ബഹളം ഉണ്ടാക്കി. കെ മുരളീധരൻ പറഞ്ഞു, തെറ്റ് തിരുത്തിയാൽ തിരിച്ചു വരാമല്ലേ, തിരുവനന്തപുരത്ത് ഇറക്കൂല, വേണ്ട ജഗ പുക ബഹളം, വെടിമരുന്ന്, കരി, പുക എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം ഇപ്പോൾ ഇതാ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കൃത്യമായി തരൂരിനെ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. തരൂരിനെ കണ്ട് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മുടെ കോൺഗ്രസ് MPമാരുമായി ഡൽഹിയിൽ കേരള ഹൗസിൽ നടത്തിയ ചർച്ചയിൽ തരൂരിനെ വസതിയിൽ പോയി, തരൂരിൻ്റെ വീട്ടിൽ പോയി കണ്ടതുകൊണ്ടാണ് സണ്ണി ജോസഫ് ഇത് ചെയ്തത്. എന്താണെന്ന് പറഞ്ഞാൽ, തരൂരിനോടുള്ള അകൽച്ച കുറയ്ക്കുക ഒന്നാമത്തെ കാര്യം. രണ്ടാമത് KPCCയുടെ പുതിയ ഭാരവാഹികളും DCC അധ്യക്ഷന്മാരെ തീരുമാനിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, വയനാട് ജില്ലകളിൽ അധ്യക്ഷന്മാരെ മാറ്റണം. അപ്പോൾ ദളിത് പ്രാധാന്യം വേണം, അധ്യക്ഷന്മാരിൽ ദളിതന്മാരുടെ പ്രാധാന്യം വേണമെന്നുള്ള, ദളിത് പ്രസിഡന്റുമാർ വേണമെന്നുള്ള അഭിപ്രായം കൊടിക്കുന്നിൽ സുരേഷ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ KC വേണുഗോപാലുമായിട്ടും ചർച്ച നടക്കുന്നുണ്ട്. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരേണ്ടതുണ്ട്. കാരണം ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. വനിതകളെ ഇപ്പോൾ ബിന്ദുവിനെ പോലെ, നമ്മുടെ കൊല്ലത്ത് ബിന്ദുവിനെ പോലെ ഉള്ള ആളുകളെയൊക്കെ DCC പ്രസിഡന്റ് ആക്കണം. ഇപ്പം CPIക്ക് ഒരു DCC പ്രസിഡന്റ് വനിത വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് DCC പ്രസിഡന്റുമാരായിട്ട് വനിതകളെ കൊണ്ടുവരണം. ദളിത്, പട്ടികജാതി, പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമോ? വയനാട് പോലെ ജില്ലയിൽ ആദിവാസികളിൽ നിന്ന് നേതാക്കളെ ഉയർത്തിയെടുക്കാൻ പറ്റുമോ? ഇങ്ങനെ വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്ന കൂട്ടത്തിൽ AICCയുടെ ഒരു അംഗം, AICC പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ഡോക്ടർ ശശി തരൂരുമായി വളരെ കൃത്യമായി സണ്ണി ജോസഫ് മഞ്ഞുരുകുന്നതിൻ്റെ ഭാഗമായി ചർച്ച നടത്തിയിരിക്കുന്നു. സണ്ണി ജോസഫിനും കോൺഗ്രസിനും അറിയാം, ശശി തരൂർ വലിയൊരു ഫാക്ടറാണ്, അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസറാണ്, സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. സമൂഹത്തിൽ, സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, സമൂഹത്തിലാകെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ് അദ്ദേഹം. തിരുവനന്തപുരത്ത് MP ആയി അദ്ദേഹം BJPയിലോ മറ്റോ പോയാൽ തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, കുറേ അധികം ആളുകളെയും കൊണ്ടുപോകും എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അറിയാം. മാത്രമല്ല തിരുവനന്തപുരം മണ്ഡലം പിന്നെ എങ്ങനെ ആരെ വെച്ചാണ് തിരിച്ചു പിടിക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശശി തരൂർ പുറത്തു പോയാൽ വലിയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് അവസാനമായി ജയിച്ചത് കേവലം 17,000 വോട്ടിന് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ തോറ്റുപോയത്. ഒരു 8,500, 8,200 വോട്ട് പിടിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമായിരുന്നു. അപ്പോൾ ആ സ്ഥിതിയിലേക്കൊക്കെ തിരുവനന്തപുരം എത്തി. അതുകൊണ്ട് തിരുവനന്തപുരം സേഫായ മണ്ഡലമല്ല എന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എന്ത് ചെയ്തത്? തീർച്ചയായും ശശി തരൂരുമായി മഞ്ഞുരുകാനുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ശശി തരൂരിൻ്റെ ഡൽഹി വീട്ടിൽ പോയി കണ്ടിരിക്കുകയാണ്. താമസിക്കുന്ന വീട്ടിൽ പോയി കണ്ടു. MP പിന്നെ കേരള ഹൗസിൽ വെച്ചല്ല കണ്ടത്, ഒറ്റയ്ക്ക് കണ്ടിരിക്കുകയാണ്. എന്തായാലും അപ്പോൾ ശശി തരൂര് ആണ് ശരി എന്ന് കൂടുതൽ തെളിഞ്ഞു വരുന്നു. അദ്ദേഹം ഉയർത്തുന്ന വിമർശനങ്ങൾ ഒരു വശത്തുണ്ട്, അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങളുണ്ട്, മോദി സ്തുതിയുണ്ട്, പല ഘട്ടത്തിലുണ്ട്. എന്തായാലും ശശി തരൂർ ഒന്നൊന്നര രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം വലിയ ആൾ തന്നെയാണ്. അദ്ദേഹത്തിനെ മെരുക്കുക അല്ലെങ്കിൽ അദ്ദേഹവുമായി ചർച്ച ചെയ്യുക എന്നുള്ള KPCCയുടെ സമീപനം ശ്ലാഘനീയമാണ്. കാരണം ഒരാളെ അകത്ത് നിർത്തിക്കൊണ്ട് അധിക്ഷേപിക്കുന്നേക്കാൾ ഒന്നുകിൽ പുറത്ത് കളയുക, അല്ല അകത്ത് നിർത്തുകയാണെങ്കിൽ കൺസൾട്ട് ചെയ്യുക. AICCയുടെ പ്രവർത്തക സമിതി അംഗം എന്നുള്ള നിലയിൽ KC വേണുഗോപാലിനോടൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും ശശി തരൂരുമായി ചർച്ച ചെയ്യേണ്ടതാണ്. അതൊരു നല്ല തുടക്കമാണ്. അങ്ങനെ വരട്ടെ. ശശി തരൂരുമായിട്ടുള്ള ചർച്ച ഫലവത്താകുമെന്ന് തന്നെ നമുക്ക് കരുതാം. വിവിധ KPCC ഭാരവാഹികൾ ഇനി എടുക്കേണ്ടതുണ്ട്, DCC ഭാരവാഹികൾ എടുക്കേണ്ടതുണ്ട്. അതിനകത്ത് തീർച്ചയായും കൃത്യമായ ഫോർമുലകൾക്കപ്പുറം സത്യസന്ധതയും കഴിവുമുള്ള ആളുകൾ വരട്ടെ. അവിടെ ഈ പറഞ്ഞതുപോലെ ദളിത് പ്രാധാന്യം അത് വേണ്ടിവരും, അതും വനിതാ പ്രാധാന്യവും മറ്റെല്ലാം മാറ്റിവെച്ച് കൊടുക്കേണ്ടി വരും. പക്ഷേ അതേസമയം ബാക്കിയുള്ള ആളുകളെ ഗ്രൂപ്പിൻ്റെ അതീതമായി സത്യസന്ധരായിട്ടുള്ള ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകൾ നേതാക്കളാകട്ടെ. അങ്ങനെ കോൺഗ്രസ്സിനൊരു പുതുജീവൻ കിട്ടട്ടെ.